അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് ലോകത്ത് ഏറ്റവും മനോഹരമായി പറഞ്ഞതാരാണ്? അല്ലാഹു റബ്ബുൽ ആലമീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് മനോഹരമായി ലോകത്ത് പറഞ്ഞതൊരു മനുഷ്യനും അല്ല, ഒരു മൗലിദിന്റെ ഗ്രന്ഥങ്ങളും അല്ല, ഒരു സ്വഹാബിയും അല്ല. അല്ലാഹുവിന്റെ റസൂലിനെ ഈ ലോകത്തേക്ക് പറഞ്ഞയച്ച ലോകത്തിന്റെ സൃഷ്ടാവ് അല്ലാഹു റബ്ബുൽ ആലമീൻ. പറഞ്ഞാൽ തീരാത്ത പ്രകീർത്തനങ്ങളുടെ സങ്കീർത്തനങ്ങളുടെ അല്ലാഹുവിന്റെ കലാമാകുന്ന പരിശുദ്ധമായ ഖുർആനിന്റെ വചനവചസ്സുകളിലേക്ക് ഇറങ്ങിയാൽ പ്രവാചകരുടെ നിയോഗം പറഞ്ഞു തരുന്നു. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. അങ്ങയുടെ നിയോഗം തന്നെ ഈ ലോകത്തിന് കാരുണ്യമാണ് നബിയേ. അങ്ങയുടെ സ്വഭാവമോ വഇന്നക ലഅലാ ഖുലുഖിൻ അദീം, അത്യുന്നതമായ സ്വഭാവ മഹിമകളുടെ മകിടോദാഹരണമായി പ്രവാചകരെ അവതരിപ്പിക്കുകയാണ് ഖുർആൻ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ഉസ്വത്തുൻ ഹസനയാണെന്ന് പരിശുദ്ധമായ കലാം. യാ റസൂലല്ലാഹ്, ലോകത്തിന് കാരുണ്യമായിട്ടാണ് അങ്ങേ അല്ലാഹു പറഞ്ഞയച്ചത്. അങ്ങയുടെ സ്വഭാവം എത്ര മഹിമയുള്ള സ്വഭാവമാണ്. അങ്ങേക്ക് ലഭിച്ചതോ അങ്ങയുടെ സംസാരമോ വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹയ്യൂഹാ. അങ്ങേക്ക് പരിശുദ്ധമായ വഹയ്യല്ലാത്ത വർത്തമാനങ്ങളില്ലല്ലോ നബിയെ. അങ്ങേക്ക് സന്ദേശം അറിയിച്ചു തരാൻ നിയോഗിക്കപ്പെട്ടതാരാണ്? അല്ലമഹു ശദീദുൽ ഖുവാ, സയ്യിദുനാ ജിബ്രീൽ എന്ന അത്യുന്നതനായ മലക്കാണല്ലോ നബിയെ. അങ്ങയുടെ യാത്ര എത്തിച്ചേർന്ന ഇടമേതാണ്? ഇൻദ സിദ്റത്തിൽ മുൻതഹാ ഇൻദഹാ ജന്നത്തുൽ മഅവാ. പരിശുദ്ധമായ ഖുർആൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് ഇങ്ങനെ പറഞ്ഞു തരുകയാണ്. അങ്ങാരാണ് നബിയേ? ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് മാത്രം വ്യാഖ്യാനിക്കാനിരുന്നാൽ നമുക്ക് ദിവസങ്ങൾ മതിയാവുകയില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ നോട്ടം, ഇരുത്തം, നടത്തം, അനക്കം, മടക്കം, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത സ്പന്ദനങ്ങൾ മുഴുവനും ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാ ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർലാഹാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓരോന്നിനെയും പ്രകീർത്തിക്കുകയാണ്. അല്ലാഹു തആല മദ്ഹ് പറഞ്ഞതുപോലെ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് ആരും പറഞ്ഞിട്ടില്ല. അങ്ങ് സമുന്നതമായ സ്വഭാവത്തിന്റെ ഉടമയാണ്. ആരാണ് സർട്ടിഫിക്കറ്റ് നൽകുന്നത്? ഒരു സമൂഹത്തിന്റെ ഏതെങ്കിലും മേഖലയിൽ ജീവിക്കുന്നവരല്ല. ഈ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ്, അവന്റെ സൃഷ്ടികളിൽ അത്യുത്തമരായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവിടുത്തെ സ്വഭാവത്തിന് സർട്ടിഫിക്കറ്റ് നൽകുകയാണ്. പരിശുദ്ധമായ ഖുർആനിലേക്ക് നമ്മൾ ഇറങ്ങിയാൽ ഈ ഗ്രന്ഥം ആർക്ക് അവതരിച്ചതാണ്? അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ് വലം യജ്അൽ ലഹു ഇവജ. ഇന്ന് നമ്മൾ എല്ലാവരും ഓതിയതല്ലേ? ഈ ഗ്രന്ഥം അവതരിച്ചത് അൻസല അലാ അബ്ദിഹിൽ കിതാബ്, ഏറ്റവും വലിയ സൃഷ്ടിപ്പായ അബ്ദായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹിയിലേക്കാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഖുർആനോ ഒരു പാറയുടെ മേലെ അവതരിച്ചിരുന്നുവെങ്കിൽ, പർവ്വതങ്ങളുടെ മേലെ അവതരിച്ചിരുന്നുവെങ്കിൽ, ആ പർവ്വതം പൊടിഞ്ഞ് താറുമാറായി ധൂളികളായി മാറിയേനെ. അത്തരമൊരു വേദം ഇറങ്ങാൻ മാത്രം പര്യാപ്തമായ ഹൃദയം. അലം നശ്റഹ് ലക സദ്റക വവളഅനാ അൻക വിസ്റക അല്ലദീ അൻഖള ലഹ്റക വറഫഅനാ ലക ദിക്റക. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചകളിൽ പറയാം. പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുകളിലൂടെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സൃഷ്ടാവായ റബ്ബിന്റെ പ്രണയ പ്രകീർത്തനം ഇങ്ങനെ ഒഴുകി വരികയാണ്. അപ്പോൾ ഖുർആൻ ഓതുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു വലിയ മനസ്സമാധാനം,
ഒരു വലിയ മനഃശാന്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകളിലൂടെ നമുക്ക് ലഭിക്കുന്നത് അത് നമ്മുടെയൊക്കെ വീടുകളിൽ ഉണ്ടാകണം. പ്രയാസങ്ങൾ വരുമ്പോൾ നമുക്ക് അവലംബിക്കാനുള്ള ഇടമാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇല്ലാ ഇലൈക ഫിറാറുനാ വഅൈനാ ഫിറാറുന്നാസി ഇല്ലാ ഇലർ റസൂലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين. الله